എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫുഡാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് സ്വാഗതം. നമ്മളത് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. നല്ല രുചികരമായ ടേസ്റ്റിയായ ചിക്കൻ മഹബൂത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ കാണുക, അത് ചെയ്യുക. അപ്പോൾ സ്വാഗതം. കടന്നു വരും. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ കുറച്ച് കുരുമുളക്, പട്ട, പിന്നെ അതിൻ്റെ ക്യൂബ്, ചിക്കൻ ക്യൂബ്, പിന്നെ തക്കോലല്ല ഇലയുടെ പേരുണ്ടല്ലോ, ഗ്രാമ്പു, പിന്നെ 2 നാരങ്ങ, പിന്നെ കുറച്ച് ഏലക്ക, പട്ട, പിന്നെ ഒരു 5 പച്ചമുളക് അവിടെ ഇരുന്നോട്ട്, പിന്നെ 2 ക്യാപ്സിക്ക വലുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുനുകുനാന്നരിഞ്ഞ നമ്മുടെ സവോള, ഒരു 4 സവോള കാണും ചെറുത്, പിന്നെ മസാലപ്പൊടി. അവിടെ മസാലപ്പൊടി ഇത് നമ്മുടെ അറബിക് മസാലപ്പൊടിയാണ്. 3 സ്പൂണുണ്ട്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നെയ്യ്, പിന്നെ തക്കാളി നമ്മൾ ഇച്ചിരി അടിച്ചെടുത്ത്, ഇച്ചിരി വലുതായി അരിഞ്ഞപ്പോൾ അപ്പോൾ അതൊന്ന് അടിച്ച് ക്രഷ് ചെയ്തെടുത്ത്. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ളത്. നമ്മൾ പിന്നെ ഒരു 6 പീസ് ചിക്കനാണ്. 6 പീസ് ചിക്കൻ ഉണ്ട്. അത് കഴുകി വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ അരി എവിടെ? അരി ഒരു 1 കിലോയുടെ സ്വല്പം മുകളിലുണ്ട്. അത് കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് കുതിരാനായിട്ട്. എന്തരിയാണിത്? സെല്ലാ റൈസാണ്. ബസ്മതി കിട്ടിയില്ല, അപ്പോൾ സെല്ലാ റൈസാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ സെല്ലാ റൈസ് വാങ്ങിച്ചു. എല്ലാവരും ഉപയോഗിക്കുന്നത് സെല്ലാ റൈസാണ്, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുണ്ട്. ഒന്ന് കാണിച്ചു. അതെ, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ ഒന്ന് കാണിച്ച് കവറിങ്ങോട്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉണ്ട്. ഇത് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അടുപ്പത്തോട്ട് വെച്ചോ. കുറച്ച് നമ്മുടെ ക്യാരറ്റ് ചീകി എടുത്തിട്ടുണ്ട്. കത്തിച്ചങ്ങോട്ട് വെക്ക്. ഈ കാണിച്ചുണ്ട്. നമ്മൾ പാത്രം വെച്ചു. അതിനകത്ത് വെള്ളമൊക്കെ പോട്ടെ, ചൂടാട്ടെ. മൂക്കട്ടെ, നന്നായിട്ട് മൂക്കട്ടെ. പിടിക്കട്ടേക്കില്ല മൂത്ത്. കോരി മാറ്റുകയാണ്. മൂത്തൊന്നുമില്ല. മൂത്തുണ്ടോ? പശു നെയ്യിലാണ് പണി നടത്തുന്നത്. നല്ല ടേസ്റ്റായിരിക്കും. സാധാരണ സൺഫ്ലവർ ഓയില അല്ലെങ്കിൽ ഡാൽഡയിലൊക്കെ ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ പശു നെയ്യുള്ള മതി. ചുക്കറ ഒഴി എണ്ണ, സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒഴിച്ചാൽ മതി. എല്ലാം കൊട്ടല്ലേ? മതി. ഇതിനകത്തോട്ട് നമുക്ക് ഏലക്ക ഇടാം, കുരുമുളക് ഇടാം. ഇതിനകത്ത് കുരുമുളക്, പട്ട, ഗ്രാമ്പു ഇത് പൊടിച്ചെടുക്കട്ടെ. പട്ട വേണ്ട, ഏലക്കൊക്കെ ഒന്ന് ചെറുതാക്കി ഇടാം. ഇല്ല അങ്ങനെ ഇടണം. അതുണ്ട്. അതിന് മൂത്ത് ഞാനത്തോട്ട് നമുക്ക് നാരങ്ങ ഈ ഇല ഇത്രയും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. മൂക്കട്ട് വന്നിട്ട് നീ സ്റ്റവ് ഓഫ് ചെയ്യുക, അല്ല കുറക്കുക. കരിയും അത് നിർത്തിയത് വേണ്ട, നിർത്തമല്ലോ. ഓഫ് ചെയ്ത് അല്ല, ഇത് ചെറുതാക്കി വെച്ചിരിക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആകട്ടെ.
അടുത്തത് അതൊക്കെ പിന്നെ എടുക്കാമല്ലോ സമയം അല്ല അത് സമയം കഴിഞ്ഞ് പോയാൽ പിന്നെ അത് ഇല്ലേ മാറിക്കോ ഒന്ന് മാറി നമ്മൾ അരി കഴുകി കുത്താൻ വെച്ചിരിക്കുന്നത് അത് വാറാൻ വെച്ചിരിക്കുകയാണ് വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇഞ്ചി പേസ്റ്റ് ഉണ്ട് ഇതിനകത്തോട്ട് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റാണ്. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് 2 സ്പൂൺ ഉണ്ട്. 2 സ്പൂൺ. ഓരോ സ്പൂൺ വെച്ചാൽ 2 സ്പൂൺ. 1 സ്പൂൺ വെക്കും. 1 സ്പൂൺ വെച്ച് അതിൽ കൂടുതൽ. അപ്പോൾ അത് ഇട്ടു. ഇതാക്കി അരട്ട് അങ്ങോട്ട് ഇടാം. കാറ്റ് ഇപ്പോഴാണ് ഇടും. അതൊന്ന് ആകുന്നതിന് മുമ്പ് അല്ല അത് ഇതിന്റെ കൂടെ വാടണം. അതും എടി അത് ശരി തന്നെ. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടണ്ടേ അതിന് മുമ്പ് ഇതും വാടണം. അടുത്ത പച്ചമുളക് ഒരു 5 പച്ചമുളക് 2ആയിട്ട് കീറിയത്. 5 പച്ചമുളക് 2ആയിട്ട് കീറിയത്. സംഭവം സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചിക്കൻ മദ്ഹൂസ് ഒരു അറേബ്യൻ ഡിഷാണ്. ഇനി അടുത്തിടുന്നത് മസാലപ്പൊടി. അടുത്ത മസാലപ്പൊടി നമ്മൾ ഇത് അറബിക് മസാലപ്പൊടിയാണ്. 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. എണ്ണ മതിയാ? എണ്ണ പോലെ ചോദിക്കണം. കുറച്ചുകൂടി ഇത് കഴിക്കണ്ട. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കും. കുറച്ച് സൺഫ്ലവർ കൂടെ ഒഴിക്കുകയാണ്. എണ്ണയില്ല. ഇനി മറ്റേ ക്യൂബ് ഇടണ്ടേ? അപ്പോൾ ഇതൊന്ന് പാടട്ടെ. തക്കാളി എടുക്കാം. തക്കാളി ഇടും. അപ്പോൾ തക്കാളി അരിഞ്ഞാൽ വലുതായി പോയി. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് നിൽക്കി. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് തക്കാളി ഒന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ. അതുകൂടെ ഒന്ന് വാടി വരണം. ഒന്ന് വെള്ളം പോയി വരണം. അപ്പോൾ ക്യാപ്സിക്കം ഇടാൻ പോവാണ്. 2 ക്യാപ്സിക്കം. വലുത് 2 ഇച്ചിരി വലുതാക്കി അരിഞ്ഞ് വെച്ചു. അതിൻ്റെ പച്ചയൊന്ന് മാറട്ടെ. ഇനി മാഗി ക്യൂബ് ഇടാനുണ്ട്. ഒരു 3 എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിച്ചിട്ട് മാഗി ക്യൂബ്, നമ്മുടെ ചിക്കൻ ക്യൂബ്, ചിക്കൻ ക്യൂബ് മാഗി ഒരു 3 ഇടുന്നു. ഇവൻ അലിച്ച് ചേരണം. കുറച്ച് മൂടി വെക്കുന്നു. അരിച്ചു ചേരാൻ മൂടി വെച്ചാൽ അരിച്ചു ചേർക്കും. ഒന്ന് കുറച്ച് നേരം മൂടി വെക്കാം. ഇവിടെ കളിപ്പിച്ച ആഫ്രിക്കൻ മല്ലിയാണ്. തുറന്നു. അപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ട്. ഒരുമാതിരി കുറച്ച് എന്തൊന്നും ഇല്ല, ചെറുതായിട്ട് വെളുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വന്നിട്ടുണ്ട്. വെന്തില്ല. ഇനിയിപ്പോൾ അരിയുടെ കൂടെ കിടന്ന് വേഗം. വേണമെങ്കിൽ ഇച്ചിരി നേരം കൂടെ വേണം വെച്ചേക്കാം. ഉണ്ടേ മസാലയൊക്കെ പെർഫെക്റ്റ് മസാല കേട്ടോ. അടിപൊളി. പിന്നെ കളർ വലിയ കളറൊന്നുമില്ല. വെക്കണം. വെള്ളം വയ്ക്കണം. വെള്ളം ഒഴിച്ച് വെക്കണം, വെള്ളം ഒഴിക്കാതെ വെക്കണം.
വെള്ളം ഒഴിച്ച് വെക്കാം അല്ലേ? സൂപ്പർ വേഗട്ടെ, നല്ല വേഗട്ടെ. ഇച്ചിരി വെള്ളം. ഈ ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം. ഇത് ഇത്രയുണ്ട്. 6 ഗ്ലാസ് വെള്ളം. അത് 5ആണോ ഒഴിക്കുന്നത്? 5 ഒഴിക്കുന്നത്. 1 ഗ്ലാസ് ഒഴിച്ചല്ലോ. ആ, ഇനിയിപ്പോൾ ഇച്ചിരി തീ കൂട്ടി വെക്കാം. മതി മതി മതി. അത് പിന്നെ അരി ഇടാൻ നേരം ഒഴിക്കും. ശരിക്കും അത് അരി ഇടാൻ നേരം ഒഴിക്കാം. പിന്നെ ഒന്ന് തിളച്ച് ഒന്ന് ഇതാക്കും. എന്നിട്ട് അരി ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്, പോരാ. കുറച്ചുകൂടെ ഉപ്പിട്. അരിയിട്ട് കൊണ്ടുവരുമ്പോഴേ പോരാ. എല്ലായിടത്തും കൂടെ ഇടും. മതി. കുറച്ചുകൂടെ ഇടും. മതി വേണ്ട. എല്ലാം കിട്ടും ചിലപ്പം. അപ്പം ഇരുന്ന് വേകട്ടെ. ഇതൊന്ന് ഇച്ചിരി ഇട്ട് വേകട്ടെ. എന്നിട്ട് നമുക്ക് അരി ഇടാം. അരി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അരി കണ്ട റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ അരിയാണ്. അപ്പം തിളക്കട്ടെ. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തുറന്ന് നോക്കട്ടെ. ഓക്കെ, ഇനി ഇളക്കി നോക്കി. അതുകൊണ്ട് ചിക്കൻ എന്താണെന്നൊന്ന് കൈവിട്ടു. കുഴഞ്ഞു പോരാ. ഏയ് ചിക്കൻ എന്താണെന്ന് നോക്കി. എല്ലാം വെന്തു. ഇപ്പം വെന്തു. ഓ വെന്തു. നമ്മുടെ ചിക്കൻ അറബിക് ഫുഡായ ചിക്കൻ അതും ഇത് ശരിയായിട്ടുണ്ട്. ചാരി നോക്കിയോ, ടേസ്റ്റ് ഉണ്ടോ നോക്കി. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ചിക്കൻ വേണ്ട. അടിപൊളി ടേസ്റ്റ്. നീ ഇതിൻ്റെ പുറത്തോട്ട് കശുവണ്ടി മുന്തിരി ആ, ഇതിൻ്റെ പുറത്തോട്ട് ഓഫ് ചെയ്തിട്ട് പുറത്തോട്ട് നമ്മൾ കശുവണ്ടി മുന്തിരിയായിട്ടു ഈസി ആയിട്ട് ഇടും. എല്ലാം കൂടെ അപ്പം നമ്മുടെ ഇന്ന് ചിക്കൻ ചെറിയ പെരുന്നാളായത്. ഇന്ന് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാണ്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ബാക്കി റിസൾട്ട് പറയാം. അപ്പം നമ്മൾ കഴിച്ചു നോക്കട്ടെ. നമ്മുടെ